നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മിലിറ്ററിയിൽ BSc നഴ്സിംഗ് സൗജന്യമായി പഠിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. MNS അഥവാ മിലിറ്ററി നഴ്സിംഗ് സർവീസ്, എയിംസ്, നിംഹാൻസ്, ജിപ്മർ ഇവിടെയെല്ലാം BSc നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിംഹാൻസിലും എയിംസിലും അവർ തന്നെ സ്വന്തമായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിൻ്റെ പ്രവേശനം. എന്നാൽ ജിപ്മറിലും മിലിറ്ററിയിലും BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എക്സാം നിർബന്ധമായിട്ടും ക്വാളിഫൈഡ് ആയിരിക്കണം. ക്വാളിഫൈഡ് ആയാൽ മാത്രം പോരാ, ഉയർന്ന സ്കോർ തന്നെ ഉണ്ടായിരിക്കണം. പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2025 ആപ്ലിക്കേഷൻ 2025 നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ എടുത്ത് 50% മാർക്കോടുകൂടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. അൺമാരീഡ് ആയിരിക്കണം. അതുപോലെ ഡിവോഴ്സ്ഡ്, ലീഗലി സെപ്പറേറ്റഡ്, വിഡോ ആയവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടികൾക്ക് മിനിമം 182 സെന്റിമീറ്റർ ഉയരം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി. കാരണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നീറ്റ് UG സ്കോറിൻ്റെ അടിസ്ഥാനത്തിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലും ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് മിനിമം ഹൈറ്റ് ഇല്ലാത്ത കുട്ടികളെ അൺഫിറ്റ് ആക്കും. അവർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് സെലക്ഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് ഹൈറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അപേക്ഷകൾ സമർപ്പിക്കണം. അതുപോലെ ഓരോ കുട്ടികൾക്കും BMI ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ BMI കാൽക്കുലേറ്റർ ലഭിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ഹൈറ്റിന്റെ അനുസരിച്ച് എത്ര വെയിറ്റ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. വെയിറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഭക്ഷണത്തിന്റെ അളവ് കൂട്ടിയും കുറച്ചും അത് കറക്റ്റ് ആക്കണം. മെഡിക്കൽ എക്സാമിനേഷൻ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്, അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോറുള്ള കുട്ടികളെ സെലക്ട് ചെയ്തതിനു ശേഷം അവരുടെ ലിസ്റ്റ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിലുള്ള കുട്ടികളാണ് സ്ക്രീനിംഗ് പ്രോസസ്സിന് വേണ്ടി ഡൽഹിയിൽ എത്തേണ്ടത്. അവിടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടുപോകണം. സ്പോർട്സിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകളും NCCയുടെ C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് NCCയുടെ C സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയെല്ലാം ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 30 മിനിറ്റാണ് എക്സാമിനേഷന്റെ സമയം. 0.5 നെഗറ്റീവ് മാർക്കുണ്ട്. തെറ്റായ ഉത്തരത്തിന് 0.5 മാർക്ക് കുറയ്ക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ജനറൽ ഇന്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഉയർന്ന സ്കോർ നേടുന്ന കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അവർക്ക് പേഴ്സണൽ അസസ്മെന്റ് ടെസ്റ്റും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിന്റെ സമയത്ത് 12th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളും GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങൾ, ഹോബീസ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണം. ഇന്റർവ്യൂവിന് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മെഡിക്കൽ എക്സാമിനേഷന്റെ സമയത്ത് എക്സ്റേ, അബ്ഡോമന്റെ USG, ബ്ലഡ്, യൂറിൻ ടെസ്റ്റ്, അതുപോലെ പല്ലിന്റെ പരിശോധന, സ്കിൻ ഡിസീസ്, ഹൈറ്റ്, വെയിറ്റ് എന്നിവയെല്ലാം ചെക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ പ്രൊസീജിയറുകൾക്ക് ശേഷം നീറ്റ് സ്കോർ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ എല്ലാം ടോട്ടൽ സ്കോർ കണക്കാക്കി അതിൽ ഉയർന്ന സ്കോർ നേടുന്ന കുട്ടികൾക്ക് ആണ് സെലക്ഷൻ ലഭിക്കുന്നത്. അങ്ങനെ സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. 2024 ആംഡ് ഫോഴ്സിന്റെ 6 കോളേജുകളിലായി 220 സീറ്റാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. പൂനെ 40 സീറ്റ്, കൽക്കട്ട 30 സീറ്റ്, മുംബൈ 40 സീറ്റ്, ന്യൂഡൽഹി 30 സീറ്റ്, ലക്നൗ 40 സീറ്റ്, ബാംഗ്ലൂർ 40 സീറ്റ്. ആപ്ലിക്കേഷൻ ഫീസ് SC/ST വിഭാഗത്തിന് നൽകേണ്ടതായിട്ടില്ല. മറ്റുള്ള എല്ലാ വിഭാഗക്കാരും 200 രൂപയാണ് നൽകേണ്ടത്. ഫൈനലായിട്ട് സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം സൗജന്യമായിട്ടുള്ള ഭക്ഷണം, അക്കോമഡേഷൻ, യൂണിഫോമും മന്ത്ലി സ്റ്റൈപ്പൻഡ് എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. യാതൊരുവിധ ഫീസുകളും നൽകേണ്ടതായിട്ട് വരികയില്ല. പൂർണ്ണമായും BSc നഴ്സിംഗ് 4 വർഷം സൗജന്യമായി പഠിക്കാം. അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. അതിനുശേഷം ഉയർന്ന പദവിയിലുള്ള ജോലിയും ലഭിക്കും. ഉയർന്ന ശമ്പളവും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. 2025 നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ നീറ്റ് ക്വാളിഫൈഡും ആയെങ്കിൽ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും.
മിലിട്ടറിയിൽ BSc നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം. അതിനുശേഷം നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയിലും ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.